വിലങ്ങാടും അർജുനും നിപ്പയും എല്ലാം വന്നുപോയ 2024 അങ്ങനെ മറഞ്ഞു പോകുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി കേരള ജനതയുടെ മനസ്സിൽ തീകോരിയിട്ട 2024. ഉരുളെടുത്ത ഭൂമിയിൽ പുതുജീവനത്തിന്റെ പുതിയ നാമ്പുകൾക്കായി ഒരു ജനത തന്നെ കൈകോർത്ത 2024. അമീബിക് മസ്തിഷ്കജ്വരം മുതൽ ഷിഗല്ല വരെ നമ്മെ ഭീതിയിലാഴ്ത്തിയ വർഷം. പുതുവർഷത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം തേടി യാത്ര തുടരുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മെ വേട്ടയാടിയ പേടി സ്വപ്നങ്ങളായ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? 2016 കേരളത്തിൽ ആദ്യമായി അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ 2024 മസ്തിഷ്കജ്വരം കേരളത്തിലെത്തിയിരുന്നു. സൂക്ഷ്മജീവിയായ അമീബയ്ക്ക് ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം ശേഷിയുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഈ രോഗം ബാധിച്ച് ആളുകൾ മരിച്ചപ്പോഴാണ്. രോഗം വീണ്ടും വന്നപ്പോഴും കൃത്യമായ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രം രോഗത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു. മാലിന്യങ്ങൾ ജലാശയങ്ങളിലും പൊതുനിരത്തിലും തള്ളുന്ന മലയാളികളുടെ ദുഷ്പ്രവൃത്തിയെ തുടച്ചു നീക്കാനിറങ്ങി ജീവൻ നഷ്ടപ്പെട്ട ജോയ്. അറവുമാലിന്യം മുതൽ മനുഷ്യവിസർജ്യം വരെ ഒഴുകുന്ന തലസ്ഥാന നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാനുള്ള ദൗത്യമേറ്റെടുത്ത് ആ മാലിന്യ കൂമ്പാരത്തിൽ തന്നെ പിടഞ്ഞു മരിക്കേണ്ടി വന്ന ഒരു സാധാരണക്കാരനെ മലയാളി സമൂഹം മറക്കില്ലെന്ന് പറഞ്ഞാൽ അതൊരു പാഴ്വാക്കായി പോകും. കാലം എത്ര കഴിഞ്ഞാലും എത്ര പ്രതിജ്ഞയെടുത്താലും മാറാത്ത മനുഷ്യരുടെ ശീലത്തിന് ബലിയാടാകേണ്ടി വന്നത് ഒരു പാവം മനുഷ്യജീവനാണ്. കൊറോണയ്ക്ക് പിന്നാലെ കേരളത്തിൽ വില്ലനായി എത്തിയ രോഗമാണ് ഷിഗല്ല. 2024 മലയാളികൾ ആശങ്കയോടെ നോക്കിക്കണ്ട രോഗമായിരുന്നു ഇത്. മനുഷ്യജീവിതത്തിന് കാര്യമായി കോട്ടമൊന്നും തട്ടാതെ അതും അങ്ങനെ കടന്നുപോയി. കേരളത്തെ മാസ്കിലാക്കാൻ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. അതും 5ാം തവണ. അതിൽ തന്നെ ഈ 5 തവണയും രോഗത്തിന്റെ ഉറവിടമായി മാറിയത് കോഴിക്കോട് ജില്ലയാണെന്നതും ശ്രദ്ധേയമാണ്. നിപ്പ ഭീതി ഒഴിഞ്ഞു എന്ന് ഓരോ തവണ പറയുമ്പോഴും പിന്നെയും കേരളത്തെ ആശങ്കയിലാഴ്ത്താൻ നിപ്പ പതിവ് തെറ്റിക്കാതെ 2024 വന്നുപോയി. ആഗോളതലത്തിൽ ഭീതി പടർത്തിയ മറ്റൊരു രോഗമാണ് മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി. ഒട്ടും പ്രതീക്ഷിക്കാതെ കേരളത്തിലും രോഗം സ്ഥിരീകരിച്ചപ്പോഴാണ് ജനങ്ങൾ ഇതിനെപ്പറ്റി ആശങ്കാകുലരായത്. 1958 എംപോക്സ് എന്ന രോഗം കണ്ടെത്തുന്നത്. 1970 ഇത് ആദ്യം മനുഷ്യരിൽ സ്ഥിരീകരിച്ചത്. ആഫ്രിക്കൻ ഉൾപ്രദേശങ്ങളിലെ അസാധാരണമായ അണുബാധ മാത്രമായിരുന്നു എംപോക്സ്. പിന്നീട് 2022 വികസിത രാജ്യങ്ങളിൽ വലിയ രീതിയിൽ എംപോക്സ് പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി ശാസ്ത്രലോകം ബോധവാന്മാരായത്. കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു രോഗം വർഷാവസാനം വരെ നിന്നിട്ടും ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാത്ത കൃത്യമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് അതിനെ തരണം ചെയ്യാൻ കേരളത്തിന് സാധിച്ചു. ഇരുപതോളം കുടുംബങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാത്തവരാക്കിയ ദുരന്തം. വീടുണ്ടായിടത്ത് അവശേഷിച്ചത് വലിയ പാറക്കല്ലുകൾ മാത്രം. വീടിനൊപ്പം കൃഷിയിടങ്ങൾ കൂടി ഉരുളെടുത്തപ്പോൾ വിലങ്ങാട് ജനതയുടെ മുന്നിൽ ഇരുളടഞ്ഞ ഓർമ്മകൾ മാത്രം ബാക്കിയായി. ഉരുളെടുത്ത ഇടങ്ങളിൽ വീണ്ടും ഉരുൾപൊട്ടിയത് ജനങ്ങളുടെ നെഞ്ചുലച്ചുകൊണ്ടായിരുന്നു. ജീവൻ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നിന്നവരെ ചേർത്ത് പിടിക്കുക എന്ന പ്രായോഗിക രീതി ഇവിടെയും പകർത്താൻ സാധിച്ചു എന്നത് കേരളത്തിന്റെ വിജയഗാഥയുടെ നേർക്കാഴ്ചയാണ്. ജൂലൈ 30 ഉരുൾപൊട്ടിയൊഴുകിയത് വയനാട്ടിലെ മുണ്ടക്കയിലോ ചൂരൽമലയിലോ മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി മനുഷ്യരുടെ ഉള്ളുകൂടി തകർത്താണ്. കണ്ണീർ വറ്റാത്ത ഉള്ളുലഞ്ഞ വയനാടൻ ജനതയെ ചേർത്ത് പിടിച്ച് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന വലിയ ദൗത്യമാണ് കേരളത്തിനുള്ളത്. എന്നാൽ അതിനു മുന്നിൽ കണ്ണടയ്ക്കുന്ന കേന്ദ്ര നയം ദുരന്ത ഭൂമിയിലുള്ളവരോടുള്ള അവഗണനയുടെ നേർക്കാഴ്ചയാണ്. വയനാടിനെ ഉരുളെടുത്തതിന്റെ വേദനയിൽ കേരളം നീറുമ്പോൾ അതിന്റെ ഇരട്ടി നീറ്റൽ അനുഭവിച്ചവരായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഓരോ മനുഷ്യ മനസ്സും. ചൂരൽമലയും മുണ്ടക്കയും ഉരുളെടുത്തപ്പോൾ ശിരൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടുപോയ ഒരു ലോറി ഡ്രൈവർ അർജുൻ. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ മനുഷ്യന്റെ തിരിച്ചുവരവിനായി കേരളത്തിലെ ഓരോ മനുഷ്യരും പ്രാർത്ഥനയോടെ കണ്ണീരണിഞ്ഞുകൊണ്ട് കാത്തിരുന്നുവെങ്കിലും
പ്രതീക്ഷകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് 71 ദിവസത്തിനു ശേഷം ചക്രവ്യൂഹം ഭേദിച്ച് ജീവനറ്റ അർജുന്റെ രൂപവുമെല്ലാം 2024 മലയാളികളുടെ മനസ്സു തകർത്ത നീറുന്ന ഓർമ്മയാണ്.